916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. ക്ഷേമനിധി പെൻഷന് അർഹതയില്ലാത്ത മുഴുവൻ പ്രവാസികളെയും സാമൂഹ്യക്ഷേമ പെൻഷന് ഉപാധികളില്ലാതെ പരിഗണിക്കണമെന്നും പ്രവാസി പുനരധിവാസ പദ്ധതികളുടെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നും നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചെത്തിയ പ്രവാസികളെ കൂടി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാസി കോൺഗ്രസ് പറവൂർ വടക്കേക്കര ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പറവൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ MP KP ധനപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഭാഗത്തുണ്ട് പ്രവാസികൾക്ക് വേണ്ട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സബ്സിഡികൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, താമസത്തിന് വേണ്ടിയിട്ടുള്ള വീടുണ്ടാക്കാനുള്ള പദ്ധതികൾ, അങ്ങനെ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രവാസികൾ തിരിച്ചു വന്ന് അവർ നാട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങി അല്ലെങ്കിൽ ഒരു പണി തുടങ്ങി ഉപജീവനം നടത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. പക്ഷേ കേരളത്തിൻ്റെ നിയമങ്ങൾ പലപ്പോഴും ഒരു പുതിയ വ്യവസായം തുടങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ കെട്ടിപ്പിടിക്കുകയാണ്. പ്രവാസി കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോൺസൺ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MT ജയൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PS രഞ്ജിത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് വലിയപറമ്പിൽ, MS റെജി, നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ്, വർഗീസ് കൈതാരൻ, സലീഷ് രാജ്, ലിൻസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടി തങ്ങളാലാകുന്ന എല്ലാ സാമ്പത്തികമായ സഹായങ്ങളും ചെയ്തുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തി ജീവിത പ്രാരാബ്ധങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രവാസികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാത്തത് ലക്ഷക്കണക്കിന് പ്രവാസികളോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ PS രഞ്ജിത്ത് ഇവിടെ സൂചിപ്പിച്ചു, വളരെ ചെറുപ്പത്തിൽ തന്നെ തങ്ങളുടെ വീടും നാടും ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വന്നു തുടങ്ങിയത്. ആ വരുമാനം വന്നതോടുകൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് വികസനം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് പ്രവാസികൾ അയക്കുന്ന പണം, പ്രവാസികൾ പണമയച്ചാൽ ആ പണം കൊണ്ട് ഒരു 20 ലക്ഷം രൂപ ചെലവ് ചെയ്തൊരു ചെറിയ വീടുണ്ടാക്കിയാൽ ആ വീടുണ്ടാക്കുമ്പോൾ അതിന് ചെലവ് ചെയ്യുന്ന 20 ലക്ഷത്തിൽ 15 ലക്ഷം രൂപയും ചെലവ് ചെയ്യുന്നത് ഈ രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ കൊടുക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഏതാണ്ട് 15 ലക്ഷം രൂപ ഒരു ചെറിയ വീടുണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ കിട്ടുന്നു. ആ കുടുംബങ്ങൾ പട്ടിണി കൂടാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ആ കുടുംബങ്ങൾക്ക് സമ്പാദ്യമുണ്ടാക്കാൻ ആ പണം സഹായിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ജോൺസൺ പുളിക്കൽ, ഉദ്ഘാടകനായ ശ്രീ KP ധനപാലൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രവാസി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PS രഞ്ജിത്തേട്ടൻ, ജനസഹസ്രങ്ങളുടെ ആരാധനായ മറ്റു നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഈ ധർണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്ക് ശേഷം വരുന്ന നേതാക്കൾ നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് എൻ്റെ കടവയിലേക്ക് കിടക്കുന്നു. ആദ്യമായി യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോൺസൺ പുളിക്കലിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ KP ധനപാലൻ.
ജില്ലാ പ്രവാസി കോൺഗ്രസിന്റെ അധ്യക്ഷൻ PS രഞ്ജിത്തേട്ടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ റെജി, വടക്കേക്കര പ്രസിഡന്റ്. ബ്രൈറ്റ് ഗോൾഡ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ? 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. 30 വർഷത്തെ വിശ്വസ്തത, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം. ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം. 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. കഴിഞ്ഞ 30 വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ. 30 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ്, പടിഞ്ഞാറേനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം, കൊടുങ്ങല്ലൂർ. കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.